ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ഫാത്തിമ റുമൈസ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്. ആദ്യമായിട്ട് ചാനൽ കയറി വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിലേക്ക് പോവാണ്. കുറേ നാൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവാണ്. 4 മാസത്തിന് ശേഷം ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ. സാധാരണ 1-2 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോവാം. ഇപ്രാവശ്യം കുറേ എന്ന് പറയണോ അല്ല കുറച്ച് നേരത്തെ പോകാമെന്ന് പറയണമെന്നറിയില്ല. എന്തായാലും 4 മാസത്തിന് ശേഷം വീട്ടിൽ പോകണം. അപ്പോൾ വീട്ടിൽ ആർക്കറിയില്ല, സർപ്രൈസായിട്ടാണ് പോകുന്നത്. ഉമ്മാക്കൊന്നും അറിയില്ല. ഉപ്പാക്കറിയാം, ടിക്കറ്റ് എടുക്കാനുള്ള കാരണം ഉപ്പാക്ക് മാത്രമേ അറിയുള്ളൂ നാട്ടിൽ. അങ്ങനെ ഇവിടെ നിന്നിപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ നിന്ന് ഇനി റെഡിയായിട്ട് കോഴിക്കോട് പോകണം. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയിട്ട് കൊച്ചി പോയിട്ട് എറണാകുളത്ത് 2 ദിവസം സ്റ്റേ ചെയ്യുക. എന്നിട്ട് പിറ്റേന്ന് ഷിപ്പിൽ പോവാം. എന്നിട്ട് 1 ഡേ ഷിപ്പിലെടുക്കും. എന്നിട്ടാണ് നാടെത്തുക. കുറച്ച് റിസ്ക്കാണ്, ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ആർക്കും അറിയാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ഹോസ്റ്റലെത്തി ഗൈസ്. 6th ഫ്ലോറിലാണ് റൂമുള്ളത്. അങ്ങനെ നമ്മൾ 6th ഫ്ലോർ എത്തി. ഇന്ന് റൂമിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നാട്ടിലേക്ക് പോകുന്നത്. ഒന്നും സർപ്രൈസായിട്ട് എന്താ പറയുക, അവരുടെ റിയാക്ഷൻസൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗായ്സ്. അങ്ങനെ ഞാൻ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഇറങ്ങണം. അങ്ങനെ എറണാകുളമൊക്കെ എത്തി. ഇപ്പോൾ ഞാൻ ഷിപ്പ് കയറാൻ പോവാണ്. സ്കാനിങ് സെൻറ്ററിലാണുള്ളത്. അങ്ങനെ അവിടെ നിന്ന് എൻ്ററായി. ഇനി തിരിച്ച് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ബസ്സുണ്ടായിരുന്നു. ബസ്സിൽ കയറിയിട്ട് അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഷിപ്പിനുള്ളിൽ കയറി എൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു ബെഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വിൻഡോ ഉണ്ട്. ആ വിൻഡോ വഴിയിൽ ഓപ്പൺ ആക്കിയതാണ്. പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ, കടൽ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ ഞാൻ കിടന്നു. രാത്രി ഒരു മഗ്‌രിബിൻ്റെ ടൈമിലാണ് സ്റ്റാർട്ടായത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നേരത്തെ പുലർച്ചയിലെത്തി. അതിന് നാട്ടിലെത്തി ഇപ്പോൾ ആവശ്യം ആർക്കും അറിയില്ല. അങ്ങനെ ഉപ്പനെ കാത്തു നിന്ന് അവസാനം ഉപ്പ എത്തിയിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എന്താ പറയുക, എന്തായിരിക്കും അവിടെ എത്തിയിട്ടുള്ള ഒരു റിയാക്ഷൻ, അത് ഞാൻ ആലോചിച്ചുകൊണ്ട് ഞാനവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മാക്കും അവർക്കാർക്കും അറിയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വീടെത്തി അവസാനം ഗൈസ്. വീടെത്തി. ഇനി എങ്ങനെ എന്താ പറയുക, എങ്ങനെ ഇനി പോകും ഫ്രണ്ടിലേക്ക്. അങ്ങനെ വീട്ടിലെത്തി. ഉമ്മാനെ കാണാണ്ട് ഉപ്പനെ ഒളിപ്പിക്കുകയാണ്. ഉമ്മനെ വന്നു കെട്ടിപ്പിടിച്ചു. അതൊരു മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അനിയത്തി സ്കൂളിലോട്ട് വന്ന് അനിയത്തിക്ക് ഷോക്കായി.